രാം നാരായൺ രാം. ഇന്നത്തെ സമൂഹമാധ്യമങ്ങളിൽ പലതും പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇതിലൂടെ ജനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും പ്രകോപിപ്പിച്ച് അവരുടെ ശോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി ശരി എന്താണെന്ന് തെറ്റ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാലത്ത് എന്ത് ചെയ്യണം എന്ന് വിശദമായി നോക്കാം. ഭൂമിയിലെ മനുഷ്യനിർമ്മിത വിദ്യാഭ്യാസത്തെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ച വിദ്യാഭ്യാസമായി മാറ്റാനായാൽ അതിപ്രയോജനകരമാകും. കാരണം ഇതിലൂടെ വിദ്യാഭ്യാസ വ്യവസ്ഥ മെച്ചപ്പെടും. ഭൂമിയിൽ ജീവിക്കുന്ന മരങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും ഒരിക്കലും ഭൂമിയാൽ തള്ളിക്കളയപ്പെടുന്നില്ല. ഭൂമിയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജഡ്ജിമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും അധ്യാപകരും പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് മഹാഗുരു ബാലക് ബ്രഹ്മചാരിയും മാത്രം ചിന്തിക്കണമെന്നില്ല. ഞങ്ങളുടെ മഹാഗുരുവിനെ ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ എന്നിവർ നേരിട്ട് വിളിച്ചു അതിൽ നിന്ന് ദീക്ഷ നേടി. ഗുരുജി അവരെ വളരെ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവഗണിച്ചു. പ്രകൃതിയുടെ ആശയം പുസ്തകങ്ങളിൽ എഴുതിയിരുന്നെങ്കിൽ ഭൂമിക്ക് അത്രമേൽ നല്ലതായിരുന്നേനെ. ഫാക്ടോറിയൽ ഭൂമിയിൽ ബുദ്ധിമാനായ ആളുകൾ ഒട്ടുമുണ്ട്. അവർ ഭൂമിയുടെ യഥാർത്ഥ ആശയങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രജ്ഞർ ചന്ദ്രനിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ അവർക്കു മുൻപായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഭൂമിയിൽ ഏകദേശം 800 കോടി പേർ ജീവിക്കുന്നു. ആദ്യം അവർക്കായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ജീവിയും മരവൃക്ഷങ്ങളും വെള്ളവും വായുവും സൂര്യനും തെറ്റൊന്നും ചെയ്യുന്നില്ല. എന്നാൽ തെറ്റുകൾ എല്ലാം മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നുള്ളത്. ഭൂമിയിൽ ഉള്ള ഓരോ തെറ്റും കൃത്യമായി തിരുത്തേണ്ടതുണ്ട്. രാം നാരായൺ രാം എന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതി എല്ലാം കാണുന്നു. ഒരിക്കൽ പ്രകൃതി അതിൻ്റെ ഉഗ്രരൂപം കാട്ടിയാൽ എല്ലാം ശരിയായി പോകും. ഇതുവരെ ഭൂമിക്ക് 52 തവണ മാറ്റം വന്നിട്ടുണ്ട്. ഇനി വരുന്ന മാറ്റം 53ാമത്തേതായിരിക്കും. അതിനാൽ മനുഷ്യർ സുതാര്യത പുലർത്തി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു ഡോക്ടർ തൻ്റെ തസ്തിക ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. ആ ഡോക്ടർ സമൂഹത്തിൻ്റെ സഹായത്താലാണ് ഡോക്ടർ ആയത്. സമൂഹത്തിൻ്റെ നികുതിയാണ് ഒരു വ്യക്തിയെ മികച്ച കോളേജിൽ പഠിപ്പിക്കുന്നത്. അതിനാൽ പ്രകൃതിയാകണം ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ രാം നാരായൺ രാം ജപിച്ച് ധ്യാനം ചെയ്യുക. ധ്യാനം ചെയ്താൽ രോഗങ്ങളൊന്നുമുണ്ടാകില്ല, പ്രശ്നങ്ങളൊന്നുമുണ്ടാകില്ല. ഇന്ന് സമൂഹം ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഓരോ നിമിഷവും ഓരോ ഘട്ടവും വളർച്ചയിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിനാൽ മനുഷ്യൻ മുന്നോട്ടു മാത്രമേ പോകേണ്ടത്. വിജയമുണ്ടാകാനായി ഉന്നതിയിലേക്ക് ചേരാൻ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യർക്കുണ്ടായിരിക്കുന്ന എല്ലാം ആകാശത്തെയും പ്രകൃതിയെയും ആശ്രയിച്ചുള്ളതാണ്. ആകാശം, ഭൂമി, ജലം, വായു, ഊർജം ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ. അതിനാൽ മനുഷ്യൻ പ്രകൃതിയുടെ തത്വങ്ങളെ പിന്തുടരേണ്ടതുണ്ട്. ആകാശം സൃഷ്ടിയെ രൂപപ്പെടുത്തിയതാണ്. അതിനാൽ നാം എല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. ഇതിലേക്കൊക്കെയാണ് നമ്മുടെ ഊർജവും ബുദ്ധിയും ചൈതന്യവും ഉണർന്നു വരുന്നത്. അതിനാൽ നിസ്സാര കാര്യങ്ങളിൽ സമയം പാഴാക്കരുത്. ഒരാളെ മറ്റൊരാളേക്കാൾ താഴെയാക്കരുത്. ആധിപത്യ വികാരങ്ങൾ വളർത്തരുത്. ആകാശത്തിൻ്റെ നിയമങ്ങൾ പിന്തുടരുക. പ്രകൃതിയുടെ സിദ്ധാന്തങ്ങൾ അനുസരിക്കുക. രാം നാരായൺ രാം പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകും. നിങ്ങളുടെ ചിന്താഗതികൾ പോസിറ്റീവ് ആകും. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും.